അതിനകത്ത് എന്താണ് ഇരുന്നിട്ട് നീ ഒരു കത്തിയെടുത്ത് ഇങ്ങോട്ട് വന്നേ ഇതൊന്നും ശരിയാക്കിത്താ. പേനുണ്ട് നാത്തൂനെ എടുക്കുമ്പോ എന്തൊരു ചൊറിച്ചിലാന്നറിയാം. പിന്നെ ഞാൻ കാണണല്ലേ പിന്നെ അവന്റെ തലക്കകത്തങ്ങ് ഒന്നുമില്ല. നിന്റെ തലക്കകത്തങ്ങ് ഒന്നുമില്ലാന്ന്. തലക്കകത്തൊന്നുമില്ലെന്നാ? ആ നീ എന്റെ തലയ്ക്ക് അകത്താണോ തലയ്ക്ക് പുറത്താണോ ഉദ്ദേശിച്ചത്? തലക്കകത്ത്. എവളെ തലയിലേ പേന്റെ കൃഷിയായിരുന്നു. ആ പണ്ട് കെൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. മെഡിക്കൽ ഷോപ്പ് തല തേക്കുമ്പോ ഭയങ്കര ഇതാ. അവൾ അടുത്തൊന്ന് ഇരിക്കുമ്പോഴേ എനിക്ക് അടിച്ചു ഓടിക്കുകയായിരുന്നു. എന്ത് നുണയാണാ നീ? പേങ്കുഞ്ചാളി എന്നാ വിളിക്കുന്നത്. പേങ്കുഞ്ചാളി. അവളാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ആ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ പേനൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ നിന്നെ പോലെ മുട്ടാളനായിട്ടല്ല. എന്റെ തല ഒരു കുരുവില്ല. ഇതിങ്ങനെ ഒരു സുഖമുണ്ട് ഇങ്ങനെ കിടക്കുമ്പോ. പറഞ്ഞാ മതി. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളെ കാര്യങ്ങളൊക്കെ? എന്ത് ഭാഗ്യശാലി വല്ലതൊക്കെ തരുമോ? അത് ഉടായ്പ തന്നെ. ഓടാ അവിടുന്ന്. എന്ത് ഉടായ്പ? അവൻ എന്തൊക്കെയാണ് ബിസിനസ് ഇപ്പൊ? ബിസിനസ് പലവിധ ബിസിനസ് അല്ലേ. എന്ന് മറ്റേ തടിമില്ല് വലിയ കുഴപ്പമില്ലാതെ പോണ്ടെന്ന് പറയുന്നുണ്ട്. ആണോ? വേറെ വേറെ അൻസാറിന്റെ കൂടെ എന്താ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് അൻസാറിന്റെ കൂടെ നടക്കരുത്. അൻസാറിന്റെ കാര്യമല്ല പറഞ്ഞത്, നിന്റെ കാര്യം പറഞ്ഞത്. ഒരു മനുഷ്യൻ നന്നാവെന്ന് വിചാരിച്ചാൽ നന്നാവും, സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണത്? പിന്നെ വീട്ടുകാരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. സൂക്ഷിച്ചു വെച്ചാൽ കണക്ക് കൊള്ളാം. പിന്നെ ഇങ്ങനെ നടന്ന് ഞാനെങ്ങനെ നോക്കാം? വീട്ട വരുന്നു. ബിസിനസ് കാര്യത്തിൽ ചെറിയ അംബാനിയാണ് ഞാനിന്ന് കൂട്ടിക്കോ. ഓരോ ദിവസവും എൻ്റെ ബിസിനസ് സാമ്രാജ്യം ഇങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുക. തമിഴ്നാട്ടിൽ ഒരു കുക്കുംബർ തോട്ടം നോക്കി വെച്ചു. മിക്കവാറും ഇനിയിപ്പോൾ അത് ഏറ്റെടുക്കും. അവിടെ ഒരു മുത്തോണ്ണാച്ചി ഉണ്ട്. മുത്തോണ്ണാച്ചിയുടെ ഇടപാടാ. ഓക്കെ ഞാൻ വിളിക്കാം. ശരി ഓക്കെ ബൈ. ഇതല്ലേ കുക്കുംബർ? അതെ, തമിഴ്നാട്ടില് പറഞ്ഞ പോലെ പടവലങ്ങയുടെ ഒരു തോട്ടം. പടവലങ്ങ? എന്ത് പടവലങ്ങ കേട്ടിട്ടില്ലേ? കുക്കുംബർ എന്ന് വെച്ചാ വെള്ളരിക്കയാണ്. അതിപ്പം രണ്ടായാലും താഴോട്ട് വളർന്ന സാധനങ്ങൾ തന്നെ. അതുകൊണ്ട് അതിന് കുഴപ്പമൊന്നും. ഇത് നമ്മുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പുതിയൊരു മേഖലയാണിത്. എടി, ഇത് ഇവിടുത്തെ ഒരു പ്രമുഖമായ ഒരു സ്റ്റിച്ചിങ് റെഡിമെയ്ഡൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അപ്പോൾ അവരുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കാനാണ്, കുട്ടികളുടെ ഫ്രോക്ക്. അപ്പോൾ അത് ഇങ്ങനെ പല ആൾക്കാരെ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ഇതിൽ തയ്ച്ച് കൊടുക്കുന്നവർക്ക് ഇതിന്റെ ഓർഡർ തരും. വലിയ കമ്പനിയാണ്. അവിടെ ശരിക്കും എക്സ്പോർട്ടിംഗ് ഉള്ള ടീമാണ്. ചെറുകിട വ്യവസായം പോലെ. ഇത് ചെറുതല്ലടേ, ഇത് വലിയ ടീമാണ്, ബടാ ടീമാണ്. അല്ല, നമുക്ക് എന്താ കാര്യം അത്? അതെ, ഇപ്പൊ ഇത് നമ്മൾ ആദ്യം അവർ അളവ് തന്നിട്ടുണ്ട്. അളവെടുത്ത് നോക്കുന്നത് ഞാൻ അത് അളവ് വെച്ചിട്ടുണ്ട്. നോക്ക്, അതിനുള്ളിലുണ്ടടി. അപ്പൊ നമ്മൾ ചെയ്ത് കൊടുത്താ ഇത് നമ്മള് അവര് പറഞ്ഞ ഈ അളവിന് കൃത്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മോഡലിൽ ചെയ്ത് കൊടുക്കണം. അവർക്ക് അളവ് ഇത് കറക്റ്റ് ആയിരിക്കും. അവർ അളവ് വന്നിട്ടുണ്ട്. ഇത് പിള്ളേരെ ബേസ് ചെയ്തിട്ടുള്ള ഈ പെൺപിള്ളേരെ കൊച്ചി ഇടത്തരം പിള്ളേർക്കുള്ള ഡ്രസ്സ് എന്താണ്. അപ്പൊ അത് തയ്ച്ച് വൃത്തിയാക്കി കൊടുത്ത് ഓർഡർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ ഒരു യൂണിറ്റ് ഒക്കെ തുടങ്ങി ഒരു 10-15 പെൺപിള്ളേരെയൊക്കെ എടുത്ത് തയ്യൽ മെഷീനും ഒക്കെ ആയിട്ട് നല്ലൊരു യൂണിറ്റ് തുടങ്ങാം. ഫാഷൻ നിനക്ക് ഇഷ്ടമുള്ള ഫാഷനിൽ തയ്ക്കാം. പക്ഷേ അളവ് ഈ കറക്റ്റ് അളവിൽ നല്ല ഫാഷൻ ആയിരിക്കണം. കാരണം അവരുടെ തന്നെ കുടുംബത്തിലെ എൻ്റെ മുതലാളിയുടെ ഏതോ ചെറുകുട്ടിക്ക് എന്തോ അതിൻ്റെ അളവിനാണ്. അപ്പോൾ ആ കൊച്ചിടുമ്പോൾ ഇത് ഇട്ടാൽ കൊച്ചിന് ഇഷ്ടപ്പെട്ടൊരു കൊച്ചു കൊള്ളാം എന്ന് പറഞ്ഞ ഓർഡർ നമുക്ക് തന്നെ. ഇനിയിപ്പോൾ ഇത് ഏത് എടി, അത് മറ്റേ എന്താ ലൈനാ, അകത്ത് ലൈൻ വെക്കണമല്ലോ. അങ്ങനെ എന്താ സാധനമാണ്. പിന്നെ ലൈനിങ് അല്ല, ഞാൻ ചെയ്തോളാം. ഞാൻ കഴുത്തിലൊക്കെ വെക്കാനായിരിക്കും. പക്ഷെ ഇതുപോലെ തന്നെ വേറെ പലർക്കും കൊടുത്തിട്ടുണ്ട് കൊട്ടേഷൻ. എടി, അതെന്തിനാന്ന് വെച്ചാൽ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണം. ആരാ അവർക്ക് അത് കൊടുക്കും. നീ നന്നായിട്ട് നിനക്ക് വരും, മറ്റവർ നന്നായിട്ട് അവർക്ക് കിട്ടും. അത്രേ ഉള്ളൂ. അത് ചെയ്യണം. അതെ, ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല തുണി കാണുന്നത് കേട്ടോ. ഞാൻ ഈ കരയിലുള്ള എല്ലാവരുടെയും ഫാഷനിൽ തയ്ച്ചു കൊടുക്കണത് ഞാൻ തന്നെ. നിന്റെ മറ്റേ പെറ്റിക്കോട്ട് അടിക്കും പോലെ അല്ല ഇത്. ഒരു സാധനമാണ്. നമുക്കൊരു ജോലി കിട്ടൂലേ? പോസ്റ്റുകാരനൊരു ജോലി ഉണ്ടല്ലോ. നമ്മളത് എനിക്കല്ല, എന്റെ വാമഭാഗത്തിന്. അത് നമുക്കിപ്പോ അതൊക്കെ ഇവിടെ MD തീരുമാനിക്കും. അവിടുത്തെ വാമ തീരുമാനിക്കും. അതിനല്ല ജോലി കൊടുക്കണം.
അവൾക്ക് ജോലി കൊടുക്കണം കേട്ടാ. പിന്നെ അവള് എന്റെ കൂടപ്പുറപ്പല്ലേ. ഒരു കാര്യം വെച്ച് ഉഴപ്പാക്കൂല, 2 ദിവസത്തിനകത്ത് കൊടുക്കണം. പറ്റുമോ? എന്തോന്ന് ക്ലീറ്റോ? ഇത് എന്നെ വേണ്ടപ്പെട്ട ഒരാൾ വിശ്വസിച്ച് ഏൽപ്പിച്ചേക്കുന്നതാണ്. അതൊക്കെ അവൾക്ക് നല്ല മോഡൽ ഉണ്ടെന്ന്. പിന്നെ ഇതിനകത്ത് വേറെ വശം തരാമോ, ഇത് നമ്മളെ പാർട്ടി പോലെ സ്വാധീനം ചെലുത്താക്കൂല. ഇത് ഒരുത്തന്നെ അവരെ കൊച്ചു തീരുമാനമാണ്, കൊച്ചിനെ സ്വാധീനിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. വർത്താനോ മറ്റേ കേട്ടോ, നമ്മളെന്താണ്ട് ഒന്നും അറിയാത്ത ആൾക്കാർ. നീ ഭയങ്കര തയ്യക്കാരി തന്നെ, പക്ഷെ ഇത് നിയന്ത്രണങ്ങളുണ്ട് ഇതിനകത്ത്. ആ അളവും അതും കറക്റ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. നല്ല മോഡൽ നോക്കി സെലക്ട് ചെയ്യാം. ഇതിലൊക്കെ ഉണ്ട്, നെറ്റിലൊക്കെ ഉണ്ടല്ലോ. പിന്നെ വിശങ്ങളുണ്ട്, വല്ല ഉണ്ടാ കഴിക്കാൻ. കഴുത്തിൽ ഇങ്ങനെ ഒരു ഞൊറിവ് പോലെയുണ്ട് കേട്ടോ, നോക്കിയേ. ഇങ്ങനെ എന്താ പറയുക, തുണി കൊണ്ട് തന്നെ ഇങ്ങനെ മടക്കി നമ്മളിങ്ങനെ വെക്കത്തില്ലേ? വേറെ വല്ല തുണി വേണം, അത് ഈ തുണി തന്നെ വെച്ച ഭംഗി ഉണ്ടാവില്ല. അത് ഇതിൽ നിന്ന് തന്നെ വെട്ടിയാൽ മതി, അവർ ഈ തുണിയല്ലേ തന്നേക്കണത്. എന്നെ ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ എൻ്റെ ഫോണിൽ എടുത്ത് എന്താണ്ട് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായി. നാട്ടുകാരെ എടുത്ത് നോക്കട്ടെ, കാണിച്ചേ. ഓക്കെ, അയ്യോ, ഇതേത് മോഡല്? ഈ മോഡലല്ലല്ലോ കാണിച്ചു തന്നത്. ഇങ്ങനെയല്ലേ ഇരുന്ന് വെച്ചത്? മറ്റേ കഴുത്തിൽ ഇങ്ങനെ ഞൊറിയുള്ളതല്ലേ കാണിച്ചത്? അത് ഞാനിത് അത് മാറിപ്പോയാ? വേറെ എടുത്താ? ഇല്ല, നോക്കി, നീ കാണിച്ചതന്നല്ലേ? അയ്യോ, ഞാൻ കാണിച്ചത് ഇതല്ലേ, കഴുത്തിൽ ഇങ്ങനെ ഞൊറി പോലെ വരുന്നത്. ഇപ്പോഴല്ലേ വേറെ പീസ് വെച്ച് തയ്ക്കാന്ന് പറഞ്ഞത്? ഓൾറെഡി ഒരു ഷർട്ട് പോലത്തെ കണ്ടല്ലോ. അപ്പൊ അത് അതിന്റെ താഴെ കിടക്കണതല്ലേ? ഓ എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ഇത് കൊള്ളൂലേ? ഓ, ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുമല്ല, ഈ പിള്ളേരാരും ഇങ്ങനെ കോളറുള്ളത് ഇടത്തിലെന്നാത്തിന് വന്നത്, അത് ചൂടല്ലേ. ഈ തുണി ഇവിടെ കിടന്നതാ? അതാ ഞാൻ പറഞ്ഞ നീല തുണി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതൊരു ലൈനിങ് തുണിയായത്. തുണിക്കൊന്നും ഒരു ക്വാളിറ്റി ഇല്ലെന്നേ, കാണുമ്പോ തന്നെ അറിയാൻ പറ്റും ഒപ്പിച്ചതാന്ന്. നീ മനുഷ്യന്റെ ടെൻഷൻ ആക്കല്ലേ? ടെൻഷൻ ആക്കാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചതല്ല നാത്തും തയ്ച്ചേക്കണം. പിന്നെ കാണിച്ചതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല മോഡലല്ല, സൂപ്പർ ആയിട്ടുണ്ട്. മോഡലൊക്കെ നല്ലതാണ്, പക്ഷെ പിന്നെന്താ, ആ കഴുത്തിൽ ഞൊറിയുള്ളതായിരുന്നു കുറച്ചും കൂടെ നല്ലത്. കഴുത്തിൽ ഞൊറി ഞാൻ എന്റെ സ്വന്തം ശൈലിയിൽ തയ്ച്ചതാ. ദൈവമേ, കൈകാലം വരയ്ക്കുന്നത് എന്താ? 14. അതിലെത്ര എഴുതിയേക്കണത്? 19. അപ്പൊ നാത്തൂന് അത് നോക്കിയല്ലേ തയ്ച്ചത്? എവിടെ നോക്കിയാ തയ്ച്ചത്? ഈ ഇറക്കം നോക്കിക്കേ, ഇറക്കം വ്യത്യാസമുണ്ട്. 25. അതിലെത്ര എഴുതിയേക്കണത്? എന്നോട് പറയണത് തെറ്റിന്ന്. അയ്യോ, ഒന്നും കൂടി അളന്ന് നോക്കിയേ. ദൈവമേ, ഇല്ലത് തെറ്റി. ഒന്നാമത്തെ എനിക്കറിയാം, ഒന്നാമത്തെ നീ വന്ന് അതിന്റെ ഇടയിൽ കിടന്ന് കളിക്കണോണ്ട് എനിക്ക് ഇതിങ്ങനെ തെറ്റി പോണത്. ഞാൻ ഒരു മോഡല് കാണിച്ചു തന്നു. ഞാൻ ചോദിച്ചത് തയ്ക്കേണ്ടത് ആ മോഡല്. ആളെ
അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നോക്കട്ടെ, കഴിച്ചു തന്നെ ഉണ്ടോ നോക്കട്ടെ. നാത്തുനെ എവിടുത്തെ തയ്യക്കാരിയാ? അറ്റപ്പറ്റയാണ് തയ്ച്ചു വെക്കണത്, തയ്യൽ പോലും ഇട്ടിട്ടില്ല. ഇനി എന്താ? ഒന്നാമത്തെ ഉണ്ടല്ലോ നിന്നെ നീ പണിക്ക് വിളിച്ച എന്നെ വേണം പറയാനായിട്ട്. ഞാൻ എന്ത് ചെയ്ത്? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാനാണോ വെട്ടിയത്? അല്ലല്ലോ, നാത്തുൻ തന്നെയല്ലേ വെട്ടിയത്. നീ അല്ലേ എന്നെ അത് കാണിച്ചു തന്നത്? ഞാനൊരു മോഡലല്ലേ കാണിച്ചു തന്നോളൂ. അപ്പൊ അവര് തന്നേക്കണ അളവിന് ആരാ തയ്ക്കണത്? ഞാൻ നല്ല സൂപ്പർ ആയിട്ട് ഉടുപ്പ് തയ്ച്ചേനെ. ഞാൻ ഇനി ഇത് എന്ത് ചെയ്യുമെന്ന് പറയാൻ എനിക്ക് മര്യാദക്ക് ഉടുപ്പ് എടുത്തതാ. എന്റെ നാത്തൂന് ഞാൻ ആ മോഡൽ കാണിച്ചു തന്നെ. അപ്പൊ അവര് തന്നേക്കണ അളവിന് വെട്ടി തയ്ക്കണത് ഉത്തരവാദിത്തം നാത്തൂനല്ലേ ഉള്ളത്. അന്നേരം ഞാൻ പറഞ്ഞില്ല എനിക്കത് അറിയാൻ പാടില്ല എന്ന്. അപ്പൊ നാത്തൂൻ അപ്പൊ പറയണായിരുന്നു എനിക്ക് അറിയത്തില്ല, ഞാൻ എനിക്ക് അറിയാവുന്ന മോഡൽ തയ്ച്ചോളാന്ന്. ഞാൻ കാണിച്ചു തന്നപ്പോ അതെടുത്ത് തയ്ക്കുകയും ചെയ്തു. നീ എന്നിട്ട് എങ്ങോട്ട് ഓടിയതാ? ഒരു ഫോണും കയ്യിൽ തന്നിട്ട് ഞാൻ ഫോൺ നോക്കോ, അളവ് നോക്കോ, തുണി നോക്കോ? അന്ന് എന്നോട് പറഞ്ഞായിരുന്നു നീ ഇവിടെ ഇരിക്കാൻ. എന്നെ പറഞ്ഞു വിട്ടല്ലോ, കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട്. കുഴപ്പമില്ലാന്ന് പറഞ്ഞ ഉടനെ ഞാൻ കൂടെ ഇറങ്ങി പോവോ? മര്യാദക്ക് എനിക്ക് വേറെ തുണി എടുത്താ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാനൊരു ഉപകാരം ചെയ്യാന്നല്ലേ ഉള്ളു. ദൈവം, ഇത് ഭയങ്കര വ്യത്യാസം വന്നു. ഞാൻ എന്ത് ചെയ്യൂന്ന് പറ. ഞാൻ ക്ലീറ്റ വരുമ്പോ എന്ത് പറയും ദൈവമേ? അറിയാൻ പാടില്ലെന്നോ? ഓരോ മാതിരി പണി ഒപ്പിച്ചു വെച്ചിട്ട് ഞാൻ ഒരു പണി ഒപ്പിച്ചിട്ടില്ല. നാത്തും തന്നെ ഇരുത്തിക്കോളാം. ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ എനിക്ക് മോഡൽ കാണിച്ചു തരാം. ഞാൻ മര്യാദക്ക് ഇവിടെ തുണി കെട്ടാൻ പോയതല്ലേ. അന്നാ പിന്നെ നാത്തുന് ആദ്യമേ പറഞ്ഞായിരുന്നു എനിക്ക് ഈ മോഡലൊന്നും തയ്ക്കാൻ അറിയത്തില്ലെന്ന് പറയണായിരുന്നു. ഞാൻ പോവുക, എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചോ. പറഞ്ഞ് എന്നെ വിളിക്കരുത്, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദൈവമേ, ഇതെന്ത് ചെയ്യും?